നമ്മുടെ ചുവന്ന ചെമ്പരത്തിയാണ്. ഇത് നമ്മുടെ ചിലരുടെ വീട്ടിൽ കാണും, ചിലരുടെ വീട്ടിൽ ഉണ്ടാവുകയില്ല. ഉണ്ടെങ്കിൽ തന്നെ കുറച്ച് വളരുമ്പോൾ അങ്ങ് കൊത്തിക്കളയും. മറ്റ് ചെടികളെ വെച്ച് പിടിപ്പിക്കുമ്പോൾ ഇത് നമ്മൾ വെച്ച് പിടിപ്പിക്കാറേ ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ഇടയിൽ നിന്ന് കൊത്തിക്കളയും. പക്ഷെ അതൊന്നും അല്ല കേട്ടോ എൻ്റെ സ്ഥാനം. ഇത് നമ്മുടെ പരിസരത്തുള്ള എല്ലാ നെഗറ്റീവ് എനർജിയെയും പൊടിപടലങ്ങളെയും ഒക്കെയും ശുദ്ധീകരിക്കുന്നുണ്ട്, വലിച്ചെടുത്ത് ശുദ്ധീകരിക്കുന്നുണ്ട്. എന്നിട്ട് പോസിറ്റീവ് എനർജി പ്രദാനം ചെയ്യുന്നുണ്ട്. ശ്വാസത്തിനും പരിസരത്തുള്ള മറ്റ് കാര്യങ്ങൾക്കും എല്ലാം ഇത് നല്ല ഒരു എനർജി നമുക്ക് തരുന്നുണ്ട്. ഇത് ഞാൻ പറയുന്നതല്ല, ഇത് ശാസ്ത്രവും ആയുർവേദവും എല്ലാം പ്രതിപാദിക്കുന്ന കാര്യമാണ്. കവി പറഞ്ഞ പോലെ ഇതിൻ്റെ സ്ഥാനം ദേവന സന്നിധിയിൽ തന്നെയാണ്, അല്ലാതെ കാട്ടിലല്ല. രചയിതാവ് എഴുതിയ പോലെ ചെമ്പരത്തിപ്പൂവേ ചൊല്ല് ദേവനെ നീ കണ്ടു അമ്പലത്തിൽ ഇന്നല്ലയോ സ്വർണ്ണരഥഘോഷം ചെമ്പരത്തിപ്പൂവേ ചൊല്ല്. ദേവസന്നിധിയിലാണ് ഇതിൻ്റെ സ്ഥാനം. ഇത് പരിപാലിക്കപ്പെടേണ്ട ഒരു ചെടിയാണ് ഈ ചെമ്പരത്തി.